ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്ന് ഞാൻ നിൽക്കുന്നത് ചേലക്കര പഞ്ചായത്തിലെ ചേലക്കര കൃഷിഭവൻ പരിധിയിൽപ്പെടുന്ന സുഭാഷിന്റെ കൃഷിയിടത്തിലാണ് നിൽക്കുന്നത്. യുവ കർഷകനാണ്. നല്ല കൃഷിയിൽ പല പരീക്ഷണങ്ങളും നടത്തി അതിൽ വിജയം കണ്ടെത്തിയിട്ടുള്ള ഒരു കുട്ടിയാണ് സുഭാഷ്. മാത്രമല്ല, പല കൃത്യത കൃഷിയാണ് ഇവിടെ നടന്നു പോകുന്നത്. ചെറുപ്പം മുതൽ, അതായത് കുട്ടിക്കാലം മുതൽ തന്നെ കൃഷിയിലെ ഭയങ്കര തൽപരനായിരുന്നു. അച്ഛനോടും അതുപോലെ മുത്തച്ഛന്മാരും ഒക്കെ കൃഷിയിൽ ഏർപ്പെട്ടവരായിരുന്നു. അതിന്റെ ഒരു ഗുണം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കളിക്കുന്ന സമയത്തും പറമ്പില് സമയം ചെലവഴിച്ചു അച്ഛൻ്റെ ഒക്കെ കൂടെ. ഇപ്പോൾ അത് പറയുന്നു അതായിരുന്നു ഗുണം എന്ന്. അതാണ് നമ്മൾ ആദ്യം ഒത്തിരി കയ്പുണ്ടെങ്കിലും പിന്നീട് അതിനൊരു മധുരം തോന്നും. അതെ, ആ ഒരു മധുരത്തിലാണ് കൃഷി ചെയ്യുന്നതിന്റെ ഒരു സുഖവും സന്തോഷവും ഒക്കെ അനുഭവിച്ചറിയാണ്. പ്രത്യേകിച്ചും ഈ യുവതലമുറ കൃഷിയിലേക്ക് വരേണ്ട ആവശ്യകതയെ കുറിച്ചും എല്ലാം സുഭാഷിനെ നമുക്കൊരു പാഠമാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കിനി സുഭാഷിന്റെ കൃഷിത്തോട്ടം മൊത്തം ഒന്ന് ചുറ്റി കറങ്ങി കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇത് എത്ര ഏക്കറയിലാണ് നെല്ല് ചെയ്തിട്ടുള്ളത് സുഭാഷ്? ഈ വർഷം 50 സെന്റ് സ്ഥലത്തേ ഉള്ളൂ നെല്ല്. സാധാരണ കഴിഞ്ഞ വർഷം വരെ 3.5 ഏക്കർ നെല്ല് ചെയ്തിരുന്നു. ഇപ്രാവശ്യം സമയത്ത് മഴ കിട്ടിയില്ല. മഴ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോ ഞങ്ങൾക്ക് അവിടെ വെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ്. ഒരു ഡിസംബർ ഒരു പകുതി കഴിഞ്ഞ് നമുക്ക് കൊയ്തു പോയാൽ മാത്രമാണ് നമുക്ക് കാര്യമുള്ളൂ. ഇത്തവണ ഞാറുടെ സ്ഥലത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് അങ്ങനെ ഒഴിവാക്കി 3.5 ഏക്കർ. ഇനി വീണ്ടും അടുത്ത പ്രാവശ്യം ചെയ്യുള്ളൂ. എന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ളത് ഒരു 50 സെന്റ് ചെയ്തിട്ടുണ്ട്. അത് ഉമയും ഒരു 25 സെന്റ് മണിരത്നം രണ്ടെണ്ണായിട്ട്. മണിരത്നം മൂപ്പ് പറഞ്ഞാൽ അത് ചെയ്തേക്കണേ. ഇനിയിപ്പോ ഇതിന്റെ ഒക്കെ കൊയ്ത്ത് എത്ര നാള് കഴിയണം ഇതിന്റെ വിളവെടുപ്പിന്? നെല്ല് ഉമയൊക്കെ 130, 120, 130-130 അപ്പൊ അതായത് ഏകദേശം ഇനി ജനുവരി പകുതിയോട് കൂടി ഇത് കൊയ്തു പോകും, വിളവെടുക്കും. അടുത്തത് പയറാണല്ലേ? ഇത് പയറാണ്. ഇത് നമ്മുടെ IHR യൂണിവേഴ്സിറ്റി വികസിച്ചെടുത്തിട്ടുള്ള അർക്കമംഗള എനാണ്. പക്ഷെ വിത്ത് ഞാൻ വാങ്ങിയത് നമ്മുടെ ഇവിടെ നാട്ടിൽ നിന്നാണ്. നാട്ടിലിപ്പോ നമ്മുടെ കൊഴിഞ്ഞമ്പാറ ഭാഗത്തും കൊല്ലംകോട് ഭാഗത്തൊക്കെ ഇഷ്ടംമാതിരി വിത്ത് ഉണ്ടാക്കുന്നുണ്ട്. VFPCയുടെ ഞാൻ വാങ്ങിയിട്ടുള്ള വിത്താ. ഇപ്പൊ പയർ എത്ര തരം ചെയ്യുന്നുണ്ട് ഇവിടെ? ഇത് 2 തരം. 2 തരം ഒരുമിച്ച് ഒരു പന്തലിലൊക്കെ ഒരേപോലെ. അത് ഇതെല്ലാം ഒറ്റ പന്തലിൽ കയറ്റിയിട്ട് ഇത് വെർട്ടിക്കൽ കൂടി ആക്കാനുള്ള ഒരു പ്ലാനാണ്. നമ്മൾ വല കെട്ടി മാക്സിമം ഇതില് പിന്നെ അതിന്റെ മുകളിലേക്ക് മാത്രം. എത്രത്തോളം സ്ഥലങ്ങളെ യൂട്ടിലൈസ് ചെയ്യാം, അതാണ് ഇപ്പൊ ചിന്തകൾ. ഇപ്പോ ഈ അർക്കമംഗളെ അല്ലാതെ പിന്നെ ചെയ്യുന്നത് ഏതാ? പിന്നെ വൈജയന്തിയാണ്. വൈജയന്തിക്ക് അങ്ങനെ നല്ല വിളവ് കിട്ടാറുണ്ടോ? ടോപ്പ് വിളവാണ്. ഏറ്റവും ഹാപ്പിയാണ് വൈജയന്തി ചെയ്യുമ്പോ. അതായത് വൈജയന്തി എനിക്ക് എന്റെ കയ്യിൽ വന്നിട്ട് 9 വർഷമായി. എനിക്കൊരു വയസ്സായ ഒരു അപ്പൂപ്പൻ ഒരു 100 ഗ്രാം വിത്ത് ആളെ എനിക്ക് തന്നതാ. അവിടെ നിന്ന് ഞാൻ അതിന് കഴിഞ്ഞ വർഷം ഞാൻ 30 കിലോ വിത്ത് കൊടുത്തു. എനിക്ക് ലാസ്റ്റ് എനിക്ക് 30 കിലോ വിത്ത് കൊടുക്കാം. എങ്ങനെ നമ്മൾ പയർ പറിച്ചാലും മൂത്ത പയറുണ്ടാവും. നമ്മളത് ഉണക്കിയെടുത്ത്, കാരണം അതേ വിത്ത് തന്നെയാണ് നമ്മളും ചെയ്യുക. അപ്പൊ നമ്മളൊരു 10 കിലോ വിത്ത് കൊടുത്തു. ഈ വർഷം ഞാൻ കൊടുത്തു. കാരണം ഓണത്തിന് പയർ അധികമായിട്ട് വിറ്റുപോതെ എന്റെ അതിലൊരു ഫുള്ള് വൈജയന്തി ആയിരുന്നു ആ ഒരു പന്തൽ. എനിക്ക് 600 കിലോ പയറൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പന്തലായിരുന്നു അത്, ആ ലാസ്റ്റ് നിൽക്കുന്ന ഭാഗം. അതിന്റെ ആ പയറൊക്കെ ഞാൻ വിത്താക്കി പേർക്ക് ഞാൻ വെറുതെ കൊടുക്കും. ഇപ്പൊ ചിലര് വന്നിട്ട് ചോദിക്കും, ഞാൻ FB-യിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് വിത്ത് തരുമോ? നമ്മൾ അവരോടൊന്നും കാശ് വാങ്ങാൻ പറ്റില്ല. ഒരു 5 വിത്തിനോ. എനിക്കൊരു പ്രശ്നം വെച്ചാൽ നമുക്ക് അയച്ചു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്, സമയം. അപ്പൊ അവര് കവർ അയച്ചാൽ മതി, ഞാൻ വിത്തൊക്കെ ഞാൻ തരാന്ന് പറയും. അല്ലാണ്ട് കൂടുതൽ വേണം പറയണടുത്ത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങും. നമുക്ക് അതിന്റെ ചെലവുള്ള കാരണം ഉണക്കിയെടുക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പൊ ഈ പയറ് കൃഷി ലാഭകരമാണ് അല്ലേ? തീർച്ചയായിട്ടും. വില കിട്ടുവാണെങ്കിൽ എല്ലാം ലാഭകരമാണ്, എവിടെയും ഫ്ലോപ്പില്ല. ഈ പാവലാണ് എന്താ പേര് പറഞ്ഞേ? ഇത് പേര് അവരിട്ടിട്ടില്ല. അവര് ഈസ്റ്റ് വെസ്റ്റിന്റെ പുതിയ മാർക്കറ്റിലേക്ക് വരാനുള്ള പാവലാണ്. അതായത് അവര് സാധാരണ കൂടുതൽ ചെയ്തിരിക്കുന്ന മായയും പാലിയാണ്. പാലി പറഞ്ഞാൽ നല്ല കളറ് ഡാർക്ക് ഗ്രീൻ ആണ്. മായ ലൈറ്റ് ഷെയ്ഡ് വൈറ്റ് വരുന്ന. പക്ഷെ മായ ഈ വേനൽക്കാല സീസണിൽ അത്ര വലിയ സക്സസ് അല്ല ഈ ഞങ്ങളുടെ ഈ ഭാഗത്തും. മറ്റുള്ള ഭാഗത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ ഭാഗത്ത് അത്ര വലിയ സക്സസ് അല്ല. അപ്പോ ഈ ഇടയ്ക്ക് ഇപ്പൊ അവർ പുതിയൊരു വിത്ത് കുറച്ച് മുള്ളുള്ള ടൈപ്പാന്നാ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ പ്രീതി പോലെ മുള്ളുള്ള ടൈപ്പ്, പക്ഷെ ലെങ്ത് ആയിട്ട്
പുതിയ ട്രയൽ റണ്ണാണ്. അപ്പൊ എനിക്കൊരു 3 പാക്കറ്റ് വിത്ത് തന്നു, ഒരു 300 വിത്തോളം തന്നു. അപ്പൊ അതിന്റെ ട്രയൽ റണ്ണിന് 2 വരി ഞാൻ എനിക്ക് വേണ്ടി 2 വരി ഇട്ടു. ഇനിയിപ്പോ വേറെ ആൾക്കൊരു 50 വിത്ത് കൊടുക്കാവുന്നതായ അങ്ങേരും ആളുടെ ഭാഗത്തും ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് റിസൾട്ട് എന്ന് പറയാനേ. റിസൾട്ട് മാർക്കറ്റിൽ ഇട്ട് കൊണ്ടുവന്നിട്ടില്ല. അവര് കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഇതില് എന്റെ പേരും കൂടി വെച്ചു അവര്. അപ്പൊ എനിക്കും കുറച്ച് തരണം കേട്ടോ. ഇരിക്കുന്നുണ്ട് നോക്കാലോ. എല്ലാ വിത്തുകളും ഇനാണല്ലോ. പുതിയതാണ്, മാർക്കറ്റിൽ പുതിയതാണ്. എപ്പോഴും നമ്മള് പുതിയതിനെ തേടി തേടി നടക്കണം. അതെ 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 അതെ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ പുതുമയെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. ചെറിയ നമുക്ക് ഇപ്പൊ ഈ കൃഷി രീതി പോലും ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ശാസ്ത്രീയ കൃഷി രീതിയാണ്. അപ്പൊ ഞാൻ കൃഷി പഠിച്ചത് എന്റെ അപ്പനിൽ നിന്നാ. അപ്പനൊക്കെ ഇപ്പോഴും ആ ഒരു പഴയ രീതിയിൽ കിടക്കുക. ആ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ചെലവ്. ഈ ഒരു വല കിട്ടുന്ന സിസ്റ്റം പോലും ഞങ്ങളുടെ നാട്ടില് പാവലിന് അല്ലെങ്കിൽ പയറിന് വല കിട്ടുന്ന ഫസ്റ്റ് ഞാനാ. ഇത് ഞാൻ സാധാരണ നമ്മൾ ഇതിനായിട്ട് ഇനി അഡീഷണൽ പണ്ട് കാലത്ത് ചെയ്യാൻ പറഞ്ഞ കൂനകൂട്ടിയുടെ കൃഷി ചെയ്യാം. ഈ കൂനകൂട്ടി കൃഷി മത്സ്യന്ന പരിപാടി ഇല്ല, കൈ കൊണ്ട് നനയ്ക്കുകയാണ്. പിന്നെ നമ്മൾ അതിന് മുകളിൽ കയറണമെങ്കിൽ ഏതെങ്കിലും കാട്ടിൽ കയറണം, അല്ലെങ്കിൽ മരത്തിന് ഇറക്കി പിന്നെ അത് കെട്ടാനൊരു ചെലവ്. ഇതെല്ലാം ചെലവാ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിനി ഒരു 5-8 വർഷത്തേക്ക് ഇനി ആ ഭാഗം നമുക്ക് നോക്കണം. ഫിക്സഡ് പന്തലാണെങ്കിൽ പിന്നെ തിരിഞ്ഞേ നോക്കണം. നമുക്ക് ഏറ്റവും ഹാപ്പി. ഇപ്പൊ ഞാൻ അതിൽ പോലും എന്റെ 4ാമത്തെ വിളയാണ് അതിൽ ഇറക്കുന്നത്. ഒറ്റ ക്രോപ്പിൽ ഒറ്റ ഒരു ഇതിൽ ചെയ്ത് വെച്ചതാ. എപ്പോഴും അങ്ങനെ നമ്മളും പുതിയമ തേടി അല്ലെങ്കിൽ അപ്ഡേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കാര്യങ്ങൾ. നാളെ ഇതിനേക്കാൾ നല്ല ടെക്നോളജി എന്തെങ്കിലും നമ്മൾ അതിലേക്ക് മാറും. ഇതില് ഇപ്പൊ മൊത്തം ചെയ്തിട്ടുള്ളത് പാവലാണോ മൊത്തം? അതോ പാവലല്ല, ഒരു 5-6 ഐറ്റം വെറൈറ്റി ആയിട്ടാ ചെയ്തിരിക്കുന്നത്. ഒരു ബോർഡറിൽ തക്കാളി വെച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ ആറ്റത്തെ നമ്മളെ സ്ഥലം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി തക്കാളി വെച്ചു. മാക്സിമം യൂട്ടിലൈസേഷൻ ആണ്. അതിനുശേഷം 2 വരി നമുക്ക് പാവലിട്ടു. അത് നമുക്ക് ഈസ്റ്റ് വെസ്റ്റിന്റെ ഒരു പുതിയ വിത്താ. അപ്പോ ട്രയൽ റണ്ണിന് വേണ്ടി എനിക്ക് തന്നതാ. അത് നമുക്ക് ദീപക് കരുണാകർ എന്നാണ് അതിന്റെ മാനേജറുടെ പേര്. പുള്ളി നമ്മളെ കോണ്ടാക്ടിന് കൊടുത്ത് എനിക്ക് കുറച്ച് ചെയ്യാനായിട്ട് ട്രയലായിട്ട് തന്ന. ഒരു വിത്ത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. ട്രയൽ പല കർഷകർക്ക് ട്രയൽ കൊടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പോർഷൻ എനിക്ക് അതിന് വേണ്ടി തന്നു. പിന്നെ ഇത് VNRന്റെ ഐശ്വര്യ. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ്. ഞാൻ ഹൈബ്രിഡ് വിത്ത് അങ്ങനെ സാധാരണ ചെയ്യാറില്ല പാവല്. എപ്പോഴും പ്രീതി, എനിക്ക് പ്രീതിയോടാണ് താല്പര്യം ഉണ്ടായിരുന്നത്. സാധാരണ നാടൻ വിത്തുകളാണ് അതിനോടാണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യം മുതല് ഭയങ്കര വിത്തിന്റെ ക്വാളിറ്റിയും നഷ്ടപ്പെട്ടപ്പോ ഇപ്പൊ എല്ലാവരും നമ്മുടെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഞാനിപ്പോ കുറച്ചു കാലമായിട്ട് വിത്ത് എടുക്കുന്നവരെ കൂടി പരിചയപ്പെട്ടു. അപ്പൊ അവരെടുക്കുന്ന രീതി മനസ്സിലായപ്പോ നമുക്കത് മനസ്സിലായത് വേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ പിന്നെ നേരെ ഹൈബ്രിഡിലേക്ക് മാറി. VNRന്റെ ഐശ്വര്യ ഫസ്റ്റ് ടൈം ആണ്. പക്ഷെ എനിക്ക് സജസ്റ്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ബെസ്റ്റ് സാധനമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ തക്കാളി എത്ര തക്കാളി നട്ടിട്ടുണ്ടാവും? 100 എണ്ണം. 100 തക്കാളി. വെറും 100 എണ്ണം. ഇത് തൈകളാണോ അതോ ഗ്രാഫ്റ്റഡ്? അല്ല, സാധാ തൈകളാ. സാധാ തൈകളാണ്. വില്ലേജ് അഗ്രോ എന്ന് പറഞ്ഞ നഴ്സറി അവരുടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്ക് തരും. ഞാൻ അവർ വണ്ടി വരും. വരും. ഞാനിപ്പോ 100 തൈ പറഞ്ഞാൽ അവർ കൊണ്ടു തരും. ഞാൻ തുടക്കം മുതൽ അവരായിട്ട് അത്ര നല്ല കോപ്പറേറ്റീവിൽ പോണത്. വില്ലേജ് അഗ്രോന്റെ ആരായിട്ട് പരിചയം? സിജോ ചേട്ടനായിട്ട്, ഓണറായിട്ട് പരിചയം, ജാഫറക്കായിട്ട് പരിചയം. അതിൽ ആരാണെങ്കിൽ നമുക്ക് ഞാൻ എപ്പോ വിളിച്ചാലും റെഡിയാണ് അവര്. അതെ, 2 സിജോ ചേട്ടനും അതുപോലെ തന്നെ ജാഫറും എന്റെയും കൂടി സുഹൃത്തുക്കൾ തന്നെയാണ് അവര്. ജാഫറായിട്ടാണ് എനിക്ക് കൂടുതലായിട്ട്. എനിക്ക് സിജോ ചേട്ടനായിട്ടാണ് കൂടുതൽ. സിജോ ചേട്ടനും ജാഫർക്ക. ഇനിയിപ്പോ അവരുടെ സ്റ്റാഫുകൾ ആരാണെങ്കിൽ ഞാൻ ഫോൺ വിളിച്ച കുഴപ്പമൊന്നുമില്ല. എനിക്ക് വില്ലേജ് അഗ്രോന്റെ ഒരു മൊമെന്റോ ഒക്കെ തന്നവരെന്നെ ആദരിച്ചിട്ടൊക്കെ ലാസ്റ്റ് മീറ്റിനൊക്കെ ഞാൻ പോയിരുന്നു. എന്നെ വിളിച്ചിരുന്നു. പിന്നെ മൊമെന്റോ ഒന്നുമില്ലെങ്കിൽ നമ്മൾ വിളിച്ചാ പോകും നമ്മുടെ മീറ്റുകൾക്കൊക്കെ. മൊമെന്റോക്കെ അല്ലല്ലോ നമ്മുടെ ഒരു എന്താ പറയുക സൗഹൃദ വലയത്തിൽ ഇങ്ങനെ കിടക്കണതൊക്കെ. അപ്പൊ 100 തക്കാളി. അപ്പൊ ഇത് ഈ തക്കാളി ഏതിനാ? ആപ്പിൾ തക്കാളിയാണോ? സാധാ തക്കാളി. ഞാൻ എന്നെ ചോദിച്ചിട്ടൊന്നുമല്ല. എനിക്ക് അങ്ങനെ അല്ല, തക്കാളി തന്നെ കുറെ ഞാൻ ഇതിന്റെ പേരെന്താന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ശിവമായിരിക്കാൻ വഴിയുണ്ട്. കാരണം അവര് കൂടുതൽ ശിവമാണ് ചെയ്യുന്നത്. നല്ല തക്കാളിയാണ്. ഞാനും മറ്റു നടാറുണ്ട്. ഞാൻ പക്ഷെ അധികം മറ്റേ ഗ്രാഫ്റ്റഡ് തൈകളാണ് ചെയ്യാറ്. അതിൽ കുറച്ച് കൂടുതൽ ക്വാളിറ്റി ക്വാളിറ്റി മാത്രമല്ല അതിന് കേട് കുറയും, രോഗങ്ങളും വരാതെ നോക്കാം. പക്ഷെ ഇത്ര ഏരിയയില് ചെയ്യുമ്പോ ഇതൊക്കെ ഞാൻ ഒരു കുറച്ച് ഭാഗം ചെയ്ത് എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് പോർഷൻ ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗം. നമ്മളത് വേസ്റ്റ് ചെയ്യാതിരിക്കുന്ന രീതിക്ക് ഇത് വരമ്പാണ് ശരിക്കും പറഞ്ഞാൽ. ആ വെള്ളത്തിന് ആ ചെറിയ ഇടച്ചാലാണത്, മുകളിൽ നിന്ന് വെള്ളം വരുന്ന ഇടച്ചാൽ. അപ്പൊ അതിന്റെ ഒരു വരമ്പാണത്. ആ വരമ്പിന് നമ്മള് അവിടേക്ക് നമ്മൾ കിടക്കാനോ ഒന്നും നമുക്ക് വലിയ താല്പര്യമില്ല. നമ്മൾ ആ ഭാഗം കൂടി പുല്ല് മുളയ്ക്കാതിരിക്കാൻ മാക്സിമം അവിടെ തക്കാളി വെച്ചു. അപ്പൊ ആ ഒരു കുറച്ച് ഭാഗത്ത് ഞാൻ ചെണ്ടുമല്ലി കൊണ്ടുവച്ചു. എത്ര ചെണ്ടുമല്ലിയാണ് ഇപ്പോ നട്ടിട്ടുള്ളത് ഇവിടെ? അങ്ങനെ 800 തൈയാണ് ഇറക്കിയത്. അതിലൊരു 400 നട്ടിട്ടുണ്ട്. 400 വേറെ പ്ലോട്ടിലേക്ക് നടാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏത് കാലാവസ്ഥയിലും ചെണ്ടുമല്ലി സാധാരണ ഓണത്തിന്റെ സമയത്താണ് കൂടുതലായിട്ട് പൂവൊക്കെ ഉണ്ടാവുന്ന സമയം. അപ്പൊ ഇപ്പോൾ ഈ സാഹചര്യത്തിലും ഇവിടെ ഉണ്ടാവാറുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾ പുതിയ കൃഷി തുടങ്ങുന്ന സമയത്ത് ഒരു ജനുവരി മാസം, ഫെബ്രുവരി ആയിട്ട്
സിജുചേട്ടൻ്റെ അവിടെ പോയിട്ട് ഒരു 50 തൈ കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചു. അതൊരു രസമായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഇത്ര ചെണ്ടുമല്ലിയൊക്കെ ആദ്യമാണ് അന്നാ ചെയ്യുന്നത്. എന്നിട്ട് പക്ഷെ എനിക്ക് അത് ഭയങ്കര എന്താ പറയാ കാഴ്ചക്കും ആ ഒരു വരിക്ക് കീടങ്ങൾ വരും കുറഞ്ഞു കൃഷിയുടെ. അത് കഴിഞ്ഞ് ഞാൻ ഓണത്തിന് ഒരു 30 സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി ചെയ്ത് എനിക്ക് നല്ല ആദായം മാത്രമല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഫേമസ് ആക്കി തന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഫേമസ് ആക്കി തന്നു. അതില് അവിടുന്ന് പിന്നെ ഇതിപ്പോ ഞാൻ വെച്ചിരിക്കണെന്ന് വെച്ചാൽ ഇതില് വാഴ വെച്ചിരിക്കുക. വാഴ നമ്മൾ നല്ല പുല്ല് മുളയ്ക്കുന്ന ഭാഗങ്ങൾ അതൊക്കെ. അല്ല ഇപ്പൊ ഈ ഷീറ്റ് ഇടുമ്പോ ഈ വാഴേനൊക്കെ നമ്മൾ എങ്ങനെ പരിപാലിക്കും? വാഴയ്ക്ക് ആദ്യം ആവശ്യമുള്ള ജൈവവളം മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇടകള നമ്മള് അഡീഷണൽ കൊടുക്കുന്ന ഇടകള പോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇനി ഇതില് കൃത്യമായിട്ടുള്ള വളപ്രയോഗങ്ങൾ വന്നുകൊണ്ടിരുന്നാൽ മാത്രം മതി. അത് നമ്മുടെ അതിനെ ഡ്രിപ്പ് ഇട്ടുന്ന ഡ്രിപ്പ് വഴി വരുന്ന വളങ്ങൾ മാത്രം മതി. പക്ഷെ ഈ വാഴ വലുതായി വരുമ്പോ ഈ ഷീറ്റ് കുഴപ്പമില്ല. ഇത് നമ്മളല്ലെങ്കിലും വൺ ടൈം യൂസിന് മാത്രം വെക്കുന്നതാണ്. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഞാൻ പുല്ല് മുളച്ച് നമ്മളാ പുല്ല് കളയാൻ എളുപ്പമല്ല. പാടമായതുകൊണ്ടേ എപ്പോഴും വെള്ളം മുളന്ന് വരുമ്പോ പുൽവിത്ത് വന്നുകൊണ്ടേയിരിക്കും. പരമാവധി നമ്മൾ എത്രത്തോളം നമ്മുടെ പണികൾ കുറയ്ക്കാമെന്നുള്ളൊരു കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിന് നടുവിലൂടെ ഒക്കെ എല്ലാത്തിനും ഡ്രിപ്പ് പൈപ്പ് ഉണ്ട്. അപ്പൊ അത് കാരണം നനയ്ക്കേണ്ട പണി ടാസ്ക് ഇല്ല. മുൻകാലങ്ങളിൽ ഞാൻ പറഞ്ഞു ശാസ്ത്രീയമായ കൃഷി രീതിയിലായപ്പോ ഞാൻ രാവിലെ 3 മണി മുതൽ നനയ്ക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ ഉറക്കമെന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാക്കി കുറച്ചിട്ടുണ്ട്. രാവിലെ 3 മണി വരെ 7 മണി വരെ നനയ്ക്കും. അത് കഴിഞ്ഞാൽ വിളവെടുക്കണം. വൈകിട്ട് 5 മണിക്ക് വീണ്ടും നന തുടങ്ങും. പക്ഷെ നമുക്ക് പിടിച്ച് നനയ്ക്കാം. അന്ന് ഞാൻ 3.5 ഏക്കർ കൃഷി ചെയ്യുന്ന ആളാണ്. ഈ കൃഷിയിലേക്ക് വന്നിട്ട് എത്ര കാലമായി? അതിന് നമുക്കൊരു വർഷം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കിപ്പോ 30 വയസ്സ്. എന്റെ ഓർമ്മ വെച്ച നാളെ പറയണ്ട. നിന്നെ കണ്ട ഞാനൊരു +2 പഠിക്കുന്ന കുട്ടിയാണെന്നാണ് സത്യത്തില്. അല്ല അതിന് കുഴപ്പമൊന്നുമില്ല. +2 പഠിക്കാന്ന് വിചാരിച്ച അല്ല വന്നിട്ട് എന്റെ ഓർമ്മ വെച്ച നാളെ മുതൽ കൃഷിയിലുണ്ട്. നമ്മുടെ അപ്പൻ ചെറുപ്പം മുതൽ ഇപ്പൊ സ്ഥലം എടുത്ത് പണി തുടങ്ങിയിട്ട് ഒരു 10-20 വർഷമായിട്ടുള്ളൂ അപ്പൻ. അതിനു മുന്നേ വീട്ടിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അന്ന് നമുക്ക് പക്ഷെ സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കൃഷിയോട് വെറുപ്പായിരുന്നു. നമ്മുടെ കളിക്കേണ്ട സമയമാണ് അവര് ഈ പറമ്പിൽ കൊണ്ട് നമ്മളെ കളച്ചത്. അന്ന് നമുക്ക് കളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പോകുമ്പോ വൈകിട്ടാകുമ്പോ അപ്പം പണി മാറ്റി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാച്ചിലുണ്ടാവും, അല്ലെങ്കിൽ ചേന വെക്കുക. കുറച്ച് സ്ഥലത്ത് അതിനൊക്കെ ചാണകടലും ഇതൊക്കെ നമ്മുടെ പണി. അപ്പൊ ആദ്യമായിട്ട് നമുക്കൊരു വെറുപ്പാണ്. പിന്നെ അത് മാറി നമ്മളൊരു എന്താ പറയാ കുറച്ച് സ്ഥലം എടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോ അതൊരു ഇൻട്രസ്റ്റ് ആയി. പിന്നെ കളി വേണ്ട, നമുക്ക് ഇത് മതി. ഇതിനോട് ഭയങ്കര ഒരു ക്രൈസാ. അതിപ്പോ നമ്മള് ഫെയിൽ ആയാലും നമ്മൾ അതിന് വീണ്ടും വീണ്ടും അതിലേക്ക് വേണ്ടി വന്നുകൊണ്ടേയിരിക്കും. തോൽക്കാനല്ല, ജയിക്കാനാണ് നമ്മള്. തോൽവി നമ്മൾ ജയത്തിന്റെ ഒരു മുന്നോടി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ ഒരു വർഷം ഓണത്തിന് എനിക്ക് ഏറ്റവും ഒരു 400 കിലോ പയറൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ചിലപ്പോൾ കാഴ്ചയാണ് ഫേസ്ബുക്കൊക്കെ അടിച്ചു പൊളിച്ച് നടന്നൊരു ഫോട്ടോയും ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഉപജ്ഞാതാവൊക്കെ ഞങ്ങളാ. പയറ് 2 തരം പയറാണ് ഇപ്പൊ ഇട്ടിട്ടുള്ളത് അല്ലെ. വള്ളിപ്പയറ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വൈജയന്തി പയറ്. ഇതിന്റെ സീഡൊക്കെ സുഭാഷ് തന്നെ ഉണ്ടാക്കുന്നതാണ്. പയറ് വിത്തുകള് സൂക്ഷിച്ച് വാങ്ങിക്കുന്നതല്ല കേട്ടോ, പാരമ്പര്യമായിട്ടുള്ള വിത്താണിത്. പാരമ്പര്യം ഒരു 9 വർഷമായിട്ട് പാരമ്പര്യം നമുക്ക് പറയാം. അതെ, 9 വർഷമായിട്ടുള്ള സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന പയറിന്റെ വിത്തുകൾ സൂക്ഷിച്ചിട്ടാണ് നടുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നമുക്ക് വാങ്ങിക്കാം. ഞാനും കുറച്ച് വിത്ത് വൈജയന്തിയുടെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം എനിക്ക് കിട്ടിയ വിത്ത് വളരെ മോശമായിരുന്നു അതിന്റെ പേരില്. അപ്പൊ നല്ല പയറാണ്, നല്ല സ്വാദുള്ള പയറാണ് വൈജയന്തി. കഴിച്ചാലറിയാം, ഭയങ്കര ടേസ്റ്റ്, അപാര ടേസ്റ്റ് ആണ് ഇതിന്റെ ഈ പയറിന്റെ. മാത്രമല്ല നല്ല സ്മെല്ലും. അങ്ങനെ വേവുമ്പോ ഒരു പ്രത്യേക മണം വരും. കൂടുതല് വിലയും കൂടുതലുണ്ട് ഈ വൈജയന്തി പയറിന്. മറ്റു പയറിനെ അപേക്ഷിച്ച് ഇതിന് വില കൂടുതലുമാണ്. ഇതിപ്പോ ലാസ്റ്റ് കഴിയാറായ സ്റ്റേജ് ആയതുകൊണ്ടാണ്. ശരിക്കും നമുക്ക് 1 മീറ്ററിനോളം നല്ല നീളം വരും, നല്ല വണ്ണവും വരും. ഇത്രയും വലുപ്പത്തിൽ വരുന്ന ഒരു പയറാണത്. അപ്പോ എന്തെങ്കിലും റെമഡീസ് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു? കൂടുതലായിട്ട് നമ്മള് എന്താ പറയാ ജൈവവള കൂട്ട് പോലെ ചെയ്യാണ്. ഒരു കൂട്ടാണത്. കടലപ്പിണ്ണാക്ക്, ശർക്കര, പിന്നെ എന്തെങ്കിലും ധാന്യപ്പൊടി, പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചീമക്കൊന്നട ഇതെല്ലാം കൂട്ടി വെക്കും. അതിനാണ് നമ്മൾ ജീവാമൃതം. അതിപ്പോ എന്റെ രീതിക്ക് ഞാൻ അങ്ങ് ചെയ്യാം. അത് ഞാൻ ഡ്രമ്മില് അതിന്റെ കൂടെ ഞാൻ കുറച്ച് എല്ലുപൊടിയെ കൂടി ചേർത്ത് അതൊരു 7 ദിവസം കഴിഞ്ഞാൽ 7-ാം ദിവസം ആകുമ്പോഴേക്കും നമ്മള് ഏതെങ്കിലും മീൻ കടയിൽ നിന്ന് വേസ്റ്റ് കിട്ടും, അതും കൂടി അതിൽ കൊടുക്കും. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആ വഴി പോകാൻ പറ്റില്ല. പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മള് ഇതിനെ നന്നായി കലക്കിയിട്ട് വീണ്ടും വെക്കും. അടച്ചു വെക്കണം, തുറന്നു വെക്കില്ല. 2 കാര്യമുണ്ട്. ഒന്ന് സൂക്ഷ്മാണുക്കൾ ചത്തുപോകില്ലേ കുറച്ച് ടൈറ്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ? സംഭവിക്കില്ല. എനിക്കിതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പലരും അതായത് ചില ജൈവക്കൂട്ട് ചിലരുടെ രീതികൾ തന്നെ ഡിഫറൻസാണ്. എനിക്കിതുവരെ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇതിനെ നല്ല കുറുകിയ ശേഷം ഒരു 10 ലിറ്ററിന്റെ ഒരു ബക്കറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അതിനെ 100 ലിറ്റർ വെള്ളത്തേക്ക് മിക്സ് ചെയ്യും.
എന്നിട്ട് നമ്മളത് ഇപ്പൊ രാവിലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് വരെ അനക്കാതെ വെച്ച് അതിന്റെ തെളി മാത്രം മാക്സിമം എത്രത്തോളം കരടില്ലാതെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു അത്രയും നല്ലത്. കുറച്ച് നമ്മള് വെള്ളം ചായ കുടിക്കുന്ന പോലെ ആ വെള്ളം ലിക്വിഡ് പരുവത്തില് മാക്സിമം കട്ടി കുറച്ചിട്ട് അതിന്റെ അടിയത്തെ ബാക്കി വേസ്റ്റ് വരുന്ന വീണ്ടും നമ്മൾ തിരിച്ചു ഒഴിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ അടുത്ത ആഴ്ച എടുത്ത് ഒഴിക്കും. അപ്പൊ അതങ്ങനെ ഇതേ റൊട്ടേഷൻ ചെയ്തുകൊണ്ട് ഒരു മാസത്തോളം അങ്ങനെ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒഴിക്കാം. നമ്മുടെ ഇന്നത്തെ എന്റെ വീഡിയോയില് കണ്ടായിരുന്നു വളച്ചായ ഉണ്ടാക്കുന്ന വിധം. അത് ഞാൻ പറഞ്ഞു ഒരു മാസത്തോളം നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. വീണ്ടും വെള്ളം ഡൈലൂട്ട് ചെയ്ത് ശരിക്കും ചായ കുടിക്കുന്ന പരുവത്തില് ആ വെള്ളത്തെ ആ വളത്തിനെ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ സ്ഥിരം ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് പ്രശ്നമൊന്നും വരുന്നില്ല അല്ല. 2-3 ദിവസം ഉള്ളത് ഇപ്പൊ നമ്മള് എന്ത് വളങ്ങളാണെങ്കിലും അത് ജൈവമാണെങ്കിലും രാസമാണെങ്കിലും അതിന്റെ ഏറ്റവും വലിയ കാര്യം ക്വാണ്ടിറ്റി കുറച്ച് എണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചെടിക്ക് ആരോഗ്യം എപ്പോഴും ഫ്രഷ്നെസ് ആയി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞത് കഴിയാറായ പന്തലാണ്, പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ചില നമ്മൾ കഴിയണ പന്തലൊക്കെ നല്ല രീതിയിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ഈ ഒരു രീതിക്ക് നമ്മൾ ഈ ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും ഈ ഒരു ജൈവവളക്കൂട്ട് കയറ്റാൻ പറ്റിയ നമുക്ക് ഒരു 140-150 ദിവസം ഒരു ചെടീനെ കീപ്പ് ചെയ്യാം. അപ്പൊ നമ്മള് ആദ്യം തന്നെ അടിവളമായിട്ടുള്ള സംഭവങ്ങള് ചെടിക്ക് വളരാൻ ആവശ്യമുള്ള വളങ്ങൾ ആദ്യമേ ഇട്ട് കൊടുത്തിട്ടാണ് ഷീറ്റ് ഇട്ടുള്ളത്. പിന്നീട് നമ്മൾ ലിക്വിഡ് വളങ്ങൾ മാത്രം കൊടുത്താൽ മതി. ലിക്വിഡ് വളങ്ങൾ മാത്രമേ കൊടുക്കൂ. അപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും. ആദ്യം ആവശ്യമുള്ള അളവ്, ചെടിയുടെ എണ്ണത്തിനാണ് അളവ്. അതെ. ഒരു ചെടിക്ക് എന്തുമാത്രം വളം ആവശ്യമുണ്ട്, എന്ത് വളം ആവശ്യമുണ്ടെന്ന് ഒരു കർഷകന് അറിയാൻ പറ്റും. തുടക്കക്കാർക്ക് ഇത്തിരി പരാജയങ്ങളൊക്കെ സംഭവിക്കാം ജൈവ കൃഷിയിൽ, അത് സ്വാഭാവികമാണ്. അതെ, എക്സ്പീരിയൻസ് ആണ് മുഖ്യം. അത് നമ്മൾ കൃഷി ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ചെടിക്ക് ഇന്നത് വേണം, ഇന്നത് കുറവുണ്ട്, ഇന്നത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ നമ്മളൊക്കെയും അങ്ങനെ തന്നെയാണ്. ചെറുപ്പത്തിലെ പിച്ച വെച്ച് നടക്കുമ്പോൾ ഒരുപാട് വീഴ്ചകളൊക്കെ സംഭവിക്കാം. പിന്നീട് നമ്മൾ പിന്നെ വീഴുന്ന വിചാരിച്ചിട്ട് നമ്മൾ ആരും നടക്കാതിരിക്കുന്നില്ല. സ്റ്റെപ്പായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റും. ഇത് ലേണിംഗ്സ് ഭയങ്കരമാണ് ഇതിന്റെ കാര്യത്തിൽ. ഞാൻ കഴിഞ്ഞ വർഷം വരെ ഇന്നലെ വരെ പഠിച്ച കാര്യങ്ങളല്ല പുതിയൊരു കാര്യത്തിലാണ് വന്നു കഴിഞ്ഞു. അത് ഇപ്പൊ ഈ വളക്കൂട്ട് തന്നെ ഇപ്പൊ ഞാൻ മാനുവലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഞാൻ ഒരിക്കലും ഇതുപോലെ ഡ്രിപ്പിൽ കയറ്റി വിട്ടപ്പോൾ ഡ്രിപ്പ് കംപ്ലീറ്റ് അടഞ്ഞുപോയി. മാനുവലായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സമയം വേസ്റ്റ് ആണ്. അപ്പൊ എന്നോട് വേറൊരു ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ നീ അതൊന്നും ചെയ്യാനില്ല, നീ ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്താൽ മതി. ഒരു 200 ലിറ്ററിന്റെ ഡ്രം എടുക്കുക, അടിയിൽ നമ്മളൊരു 16 mm വോൾട്ട് ഇട്ട് ഡ്രിപ്പ് പൈപ്പിനുള്ള ഒരു ഔട്ട് വെക്കുക, ഒരു 2 ഇഞ്ച് മെറ്റല് ഒരു കുറച്ച് കനത്തിൽ നിർത്തുക, ഒരു മെഷ് വെക്കുക, കുറച്ച് 1/2 ഇഞ്ച് മെറ്റല്, അതിന് മുകളിൽ സാൻഡ്, എന്നിട്ട് നീ കൂട്ട് നേരെ എടുത്തോണ്ട് ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഈ സാധനം ഊറി വരണമെന്ന് നീ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതേ സെയിം പ്രോസസ് അവിടെ നടക്കുന്നു. പുള്ളി അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ബാക്ടീരിയസിനോടും കയറ്റി വിടും. അസറ്റോബാക്ടറും അല്ലെങ്കിൽ നമ്മുടെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയസ് നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഒരു 2 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാമും കൂടി ഇതിന് മിക്സ് ചെയ്ത് കയറ്റി വിട്ടാൽ അത് അത്ര പെട്ടെന്ന് പെരുകിക്കോളും. ഈ അസറ്റോബാക്ടർ നമ്മൾ ഇവിടെ ഉത്പാദിപ്പിച്ചെടുക്കുന്നതാണോ? ഇല്ല, ഞാൻ പുറത്തുനിന്ന്. എനിക്കിപ്പോ ഒരു അമേരിക്കൻ കമ്പനിയുടെ ഒരു സാധനം, അത് ഈ പറഞ്ഞ എന്ത് ടെസ്റ്റിന് കിട്ടിയാലും നമ്മളെ വിളിക്കും. പക്ഷെ അവര് അവരുടെ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നവർക്ക് അറിയാം. നമുക്ക് ടെസ്റ്റിന് നമ്മളെ വിളിക്കും. ഇത് നീ ചെയ്ത് നോക്കിയിട്ട് ഇപ്പൊ അവര് തന്നെ ഒരു പുതിയ ഡീകമ്പോസ്റ്റർ ആയിരുന്നു, അത് എനിക്ക് തന്നു. ഞാനത് ചെയ്ത് വെച്ചിട്ട് പെട്ടിയിൽ ഞാൻ ടെസ്റ്റ് ചെയ്തു. സംഭവം സക്സസ് ആണ്. എനിക്കത് നല്ല റിസൾട്ട് വന്നു. ഇനി അത് ഇട്ട് കൊടുത്തിട്ട് റിസൾട്ട് എന്താണെന്ന് അറിയണം, ആ കമ്പോസ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഞാൻ ഈ പറഞ്ഞ ജൈവവളം പോലും കംപ്ലീറ്റ് ഞാൻ കമ്പോസ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കുള്ളൂ. പക്ഷെ നമുക്ക് 1 മാസത്തെ ഗ്യാപ്പ് വേണമെന്ന് മാത്രം. എത്ര വാഴ വെച്ചിട്ടുണ്ട് സുഭാഷ്? 800 എണ്ണം. 800 വാഴ. 800ഉം മറ്റേ നാടൻ നേന്ത്രനാണോ? നാടൻ നേന്ത്രൻ. അതായത് നമുക്കിവിടെ വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം നമ്മള് കുംഭമാസത്തിലാണ് വാഴ വെച്ചത്. കുംഭവാഴ എന്നാ പറയാ. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണവാഴ പോലെ നനയ്ക്കണ്ട. വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണവാഴ വിലയും കിട്ടില്ല. വില കിട്ടില്ല അല്ലെ? ചെലവ് കമ്മിയാണല്ലോ. നമുക്ക് നല്ല വില കിട്ടുക. നമുക്ക് ചെലവ് കമ്മിയാണ്, ചെലവിനനുസരിച്ച് വരവും കമ്മിയാണ്. നനയ്ക്കേണ്ട ആവശ്യമില്ല. ഈ തടങ്ങളിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തുന്ന കാരണം കൊണ്ട്. അല്ലെങ്കിൽ നനയ്ക്കണ്ട. കാരണം വെച്ചാൽ നമ്മള് വേനൽക്കാലത്താണ് കൃഷി തുടങ്ങുന്നത്. അത് ജസ്റ്റ് മുളയ്ക്കാനുള്ള, അതിന് പിന്നെ മഴക്കാലം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ അതിനെ മുടക്കുമുതൽ കുറയുന്നതോറും നമുക്ക് വരവും കുറയും. പിന്നെ അന്ന് ഇതിനെ സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ ഞാൻ ഇതും ഈ പറഞ്ഞ പോലെ ഇതിനെ ഇപ്പൊ ഇതില് വാഴ പറിച്ചു കഴിഞ്ഞാൽ ഒരു കൊന്ന് നിർത്തും. ബാക്കി മുഴുവൻ പറിച്ചു മാറ്റിയിട്ട് ഇട കളച്ച് തണ്ണിമത്തം ചെയ്യും. മാക്സിമം ഇടവള ചെയ്യുക. ഇപ്പൊ ഇതിൽ തന്നെ ഇഞ്ചി ഉണ്ട്, മഞ്ഞൾ ചെയ്തിട്ടുണ്ട് ഇടവളയായിട്ട്. ആ ഭാഗത്തൊക്കെ ആയിട്ട് ഇഞ്ചി മഞ്ഞളൊക്കെയാണ്. അപ്പൊ ഇതിന് ഇനിയിപ്പോ പക്ഷെ ഈ വാഴക്കൊല വെട്ടുമ്പോഴേക്കും തണ്ണിമത്തന്റെ സീസൺ കഴിയില്ലേ? ഇല്ല, ഇതൊക്കെ മൂക്കാൻ ഇനി ഒരു 1.5 മാസം കൊണ്ടൊക്കെ മൂത്ത് തീരും. അതെല്ലേ? ഇതെല്ലാം മാക്സിമം 1.5 മാസം അതിനുള്ള വാഴകളാ. ചിലത് വെട്ടി തുടങ്ങി. ഇപ്പൊ ഈ 800 തന്നെ ഒരു 100-150 എണ്ണം വെട്ടി കഴിഞ്ഞു ഞങ്ങള്. നമുക്ക് പല വട്ടങ്ങളായി വെച്ചതുണ്ട് ഇതില്. ശരിക്കും പറഞ്ഞാൽ വാഴ വെക്കുമ്പോ അങ്ങനെ വെക്കണം. 12 മാസം വാഴ വെക്കണം. അതെ.
അതുപോലെ ഇനി അനിയനുണ്ട്, അവന് നമ്മുടെ കൂടെ കൃഷിയില്. അനിയൻ എന്താ ചെയ്യണേ? അവൻ പക്കാ കൃഷിക്കാരനാണ്. അതാവുമ്പോ പക്ഷെ പണികൾ മൊത്തം ഈ പറഞ്ഞ നമ്മുടെ കൂടെ ഒന്നും ചെയ്യും. ബാക്കി മാർക്കറ്റ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ അവൻ പോവും. അനിയൻ എന്താ ചെയ്യണേ? പഠിക്കാണോ? അല്ലല്ല, അവന് ഇതന്നെ കൃഷിയായിട്ട് ചെയ്യാണ്, കൂടെ ചെയ്യാ കൃഷി തന്നെയാണ്. ലൈനിൽ വണ്ടി നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ വണ്ടി വിടുമ്പോ വണ്ടിയിൽ പോവും. എന്തായാലും വാഴത്തോട്ടം ഉഷാറായിട്ടുണ്ട്, നല്ലൊരു സുഖം. പന്നിശല്യത്തിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലേ? ഇവിടെ കമ്മിയാ, ഇവിടെ ചുമ്മാ കെട്ടിയിട്ടുള്ളൂ. സോളാർ ഫെൻസിങ് അല്ലാണ്ട് അതിന് വേറെ ശാശ്വതമായ പരിഹാരമില്ല. നമ്മൾ എന്ത് ചെയ്താലും അതൊരു കൃത്യമായതല്ല. ഫെൻസിങ് ആണ് ഏറ്റവും. ഈ ഫിനോയിൽ പ്രയോഗമൊക്കെ തന്നെയാണ്, കൂടെ പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ഒരു മനസ്സമാധാനം. ഫെൻസിങ് പോലും ചില സമയത്ത് ഇടിച്ചു പൊളിച്ചു പോണ അവസ്ഥ പന്നികളുണ്ട്. പുള്ളി പോയപ്പോ അവിടുന്ന് കളക്ട് ചെയ്തിട്ടുള്ള വിത്താണ്. അപ്പൊ ആന്ധ്രയിൽ നിന്നുള്ള വരവാണ്. പുള്ളി പറഞ്ഞ ആന്ധ്രയിൽ നാടൻ വിത്താന്നാ പറഞ്ഞത്. ഞാൻ പിന്നെ എനിക്ക് എന്തായാലും എക്സ്പെരിമെന്റിന്റെ ടൈം ഞാൻ കണ്ടെത്തി അതിന് വേണ്ടിയിട്ട്. എന്തായാലും പാവയ്ക്കാണല്ലോ, ഒരു 3 വരി അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. 4 വരികളുണ്ട്, 1, 2, 4 വരി. ഇനി 4 വരി അത് മാത്രമാണ്. എന്തായാലും നോക്കി നോക്കാം എന്താണ് അവസ്ഥ. അത് 3 വെറൈറ്റി ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരെണ്ണം വരാൻ പോകുന്നുണ്ട്. ആ പ്ലോട്ടിക്ക് മാറുമ്പോ അത് ഒരെണ്ണം വേറെ വരും. ഞാൻ പ്രീതിയുടെ ഡയറക്റ്റ് വിത്ത് എടുക്കുന്ന ഒരു, അവർക്ക് വേണ്ടി അവർ മദർസയിൽ എടുക്കുന്ന ഒരാളെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. സീഡ് ഫാം എന്നാണോ? അല്ല, ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാ. പുള്ളിക്ക് വേണ്ടി പുള്ളി തന്നെ എടുക്കുന്നത്. പുള്ളി അത്രയും സെറ്റ് സാധനം എടുത്ത് തരുള്ളൂ. മറ്റേ നമ്മളിപ്പോ ശരിക്കും നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ മണ്ണുത്തി പോലുള്ള എവിടുന്ന് വാങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ BFPC കട കീഴിൽ നമ്മൾ വിത്ത് വാങ്ങുകയാണെങ്കിൽ അവർ ഉണ്ടാക്കുന്ന രീതി മഹാ അലമ്പാണ്. പക്ഷെ എന്നോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് വിത്ത് എടുത്ത് തരാൻ പറ്റുമോ എന്ന്. വെച്ചാൽ അവര് ശരിക്കും നമ്മൾ 8-നും 12-നും ഇടയ്ക്കുള്ള ആ ഒരു ഈൽഡിങ് ടൈം എന്ന് വേണം വിത്ത് എടുക്കാന്നാണ് പാവലിന്റെ കേസിനൊക്കെ പറയാം. പക്ഷെ ഇവര് ചെയ്യുന്നത് ആദ്യത്തെ 10 വരെ വിത്ത് എടുക്കില്ല, അവസാനത്തെ 4 അല്ലെങ്കിൽ 5 എടുക്കുന്നത്. അപ്പൊ അവസാനം ആകുമ്പോഴേക്കും കേട് വന്നതും അതുപോലെ എല്ലാ വിത്തുകൂടിയും കലക്കിയിട്ട് അതിന് കുറച്ച് വിത്തങ്ങൾ മാറ്റുക. അപ്പൊ അതുകൊണ്ട് നമുക്കാണ് അതിന്റെ ബുദ്ധിമുട്ട്. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളും കൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞത് എനിക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് 1 മാസത്തെ പണി കഴിഞ്ഞു. ഒന്നല്ല, എന്റെ പണിക്കാർ പോയിട്ട് 1 മാസമായിട്ടുള്ളൂ. എനിക്ക് ഇപ്പൊ ഇവിടെ നാട്ടിൽ പണിക്കാരില്ലാതാണ് ഞാൻ സ്ഥിരം 2 ആൾ വെച്ചിരിക്കുക. അവന്മാര് പോയിട്ട് ഇപ്പൊ 1 മാസമായി, ഒരു 10 ദിവസം, 2-3-4 ദിവസമായി. അപ്പൊ അവരിവിടെ വന്നിട്ട് 1 മാസം, അത് കഴിഞ്ഞിപ്പോ ഇത്രയും ദിവസം. ഇനി ഇതാവണമെങ്കിൽ ഇനി എനിക്ക് ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ഫസ്റ്റ് ആയിട്ടാണ് കായലിലേക്ക് മാറുള്ളൂ. ഇതിന്റെ കേട് പോലും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അതുവരെ നമുക്ക് ഇതിന്റെ കേടെന്താന്ന് പോലും ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മുടെ ഇവിടുത്തെ പാവൽ കൃഷി മഹാ ഫ്ലോപ്പായിരുന്നു. ഇതിലുണ്ടായിരുന്നു, ഇതിന് തൊട്ടപ്പുറത്ത് 2.5 ഏക്കറൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും പക്ക ഫ്ലോപ്പാണ്. പക്ഷെ ഇതൊന്നും നമ്മള് ഇപ്പൊ ഇത്രയും ഇതില് പോലും എനിക്ക് ചെയ്തിട്ട് ഈ മൊത്തം എനിക്ക് ചെയ്തിട്ട് ആ കിട്ടിയ 1.5 ടണ്ണ് പാവയ്ക്കാണ് ഏറ്റവും ടോപ്പ് കിട്ടിയത്. അതും പോരാ ശരിക്കും. അപ്പൊ അങ്ങനെ ഇതാവുമ്പോ നമ്മുടെ പ്രതീക്ഷകളുടെ മേലെയാണ് ആ ഒരു പ്രശ്നങ്ങൾ വന്ന് വീഴുന്നത്. കാലാവസ്ഥ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കയ്യിലുള്ളതല്ല. ബാക്കി മറ്റു മനുഷ്യ സഹജമായ ചില കാര്യങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അല്പം പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കടക്കാം. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ബികോം വരെ പഠിച്ചു. ജോലി ചെയ്യുന്നുണ്ടോ? മെഡിക്കൽ റെപ്പാണ്. കേട്ടല്ലോ, ബികോം വരെ പഠിച്ചിട്ടുണ്ട്, ഒരു മെഡിക്കൽ റെപ്പാണ്. ഇതിനിടയിലും കൃഷി ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുന്നു. വെറുതെ പറയാതല്ല, എല്ലാവരും ജോലിക്കിടയിൽ ഇതിനൊന്നും സമയമില്ല എന്ന് വെറുതെ പറയുന്നതല്ലേ. വിചാരിച്ചാൽ പറ്റും. വിചാരിച്ചാൽ അഡീഷണൽ സമയങ്ങൾ ഇതിൽ കണ്ടുപിടിക്കണം. അതാണ് വേണ്ടത്. നമുക്കുള്ള കുറച്ച് സമയങ്ങൾ ഉണ്ടെങ്കിലും അത് ആനന്ദപ്രദമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ടെക്നോളജിയെ ആശ്രയിക്കണം കുറച്ച്. അതെ, നമ്മളല്ലാണ്ട് എല്ലാം പാരമ്പര്യം. ഇത് തന്നെ ഈ വാഴ തന്നെ നമുക്ക് കണ്ടറിയാം. ഇതൊരു പാരമ്പര്യ രീതിയാണ്. ഇത് മാറേണ്ട സമയം വന്നു. അടുത്ത പ്രാവശ്യം മാറ്റും. അതങ്ങനെ നമ്മൾ ടെക്നോളജിയുടെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമുക്ക് ഇഷ്ടമാതിരി സമയം കിട്ടും. അതിനൊരു ആത്മസംതൃപ്തിയും കൂടെ ഉണ്ട്. ഇതൊരു ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ത്രില്ലാണ്. ഞാനും അത് അനുഭവിച്ചറിയുന്നത്. കൃഷി നിർത്തിക്കൂടെ, ഇങ്ങനെ ശരീരമൊക്കെ പോണ എന്താണ്, കൃഷി നിർത്തിക്കൂടെ എന്നൊക്കെ പലരും ചോദിക്കും. പക്ഷെ അതിന്റെ സുഖം നമ്മൾ ഭയങ്കര രസം. വേറൊരു ലോകത്താണ് നമ്മൾ ശരിക്കും കൃഷി. എനിക്ക് പറഞ്ഞാൽ ഈ മെഡിക്കൽ റിപ്പോർട്ട് നല്ല ടെൻഷനുള്ള ജോലിയാണ്, ടാർഗറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് അതുണ്ടെങ്കിലും ഇത് നമുക്കൊരു ടെൻഷനില്ല. നമ്മളിപ്പോ ഒരാൾ ടാർഗറ്റ് ബോധിക്കണ്ട. നഷ്ടം വന്നാൽ ഞാൻ സഹിച്ചു, ലാഭമാണേത് എനിക്കാണ്. അത്രേ ഉള്ളൂ. അപ്പോ അച്ഛൻ കർഷകനാണ്? കൃഷിയാണ്. പിന്നെ അല്ലാതെ നാട്ടില് എല്ലാ പണികൾക്കും പോകും. വൈഫ് ജോലി ഉണ്ടോ? വൈഫിന് ജോലി ഉണ്ടായിരുന്നു, ടെമ്പററി ആയിട്ട് ടീച്ചറായിട്ട് പോയിരുന്നു. ഇപ്പൊ അതൊക്കെ നിർത്തിയിട്ട് പഠിക്കാൻ പോവാണ്. കുട്ടികൾ എത്ര ആളാ? 2 പേര്.
മോളും മോനും ആണോ? രണ്ട് പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളുണ്ട്. സുഭാഷിനെ കണ്ടാല് സുഭാഷ് ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നാണ് ഞാൻ ആദ്യം കണ്ടപ്പോ വിചാരിച്ചത്. പക്ഷെ പ്രായം പറഞ്ഞപ്പോഴാണ് അത്രയാന്ന് മനസ്സിലായത്. വളരെ ചെറുതായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കൃഷിയുടെ അതാ കൃഷിയുടെ ഗുണമാണ് ഇത്രയും സൗന്ദര്യം നടക്കണത്. ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി തന്നെയാണ്. മനസ്സെപ്പോഴും നമ്മള് പ്രസന്റ് ആണ്. ടെൻഷൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് ചില ഈ പറഞ്ഞ മഴ വരുമ്പോ മഴ അങ്ങനത്തെ അത് കാലാവസ്ഥ അല്ലാണ്ട് നമുക്കിപ്പോ ഞാൻ ഇത്ര ഉണ്ടാക്കിയുള്ളൂ കൊണ്ട് എനിക്കൊരു ടെൻഷൻ ഇല്ല. എത്ര ഉണ്ടായില്ല എന്ന് പറയാൻ ടെൻഷൻ ഇല്ല. ഇത്ര കാണിക്കണം അങ്ങനെ ഒന്നുമില്ല. ഇനി പ്രേക്ഷകരോടായിട്ട് എന്തെങ്കിലും സുഭാഷിനെ ഒരു സന്ദേശം എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളൂ. കൃഷി ഉണ്ടെങ്കിലാണ് നമ്മുടെ നാട്ടില് ജീവിക്കേണ്ട. എത്ര കാശുണ്ടെങ്കിലും അന്നമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ എന്തെല്ലാം പറഞ്ഞാലും എത്ര നമ്മൾ കഷ്ടപ്പെട്ടാലും നമ്മൾ ഒരു നേരത്തെ അന്നത്തിന് തന്നെയാണ് കഷ്ടപ്പെടുന്നത്. അപ്പൊ അന്നമാണ് നമുക്ക്. അതുപോലെ നമ്മുടെ പഴമക്കാർ പറയും നമ്മൾ എവിടെ നിന്ന് നനച്ചാലും അന്നത്തിന്റെ ഉള്ളിൽ നനച്ചു വരുന്നത് പറയും. അപ്പൊ അതിന് അത്രയും വാല്യൂ ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടില് ആൾക്കാർക്ക് കർഷകന്റെ വാല്യൂ അറിയില്ല. മറ്റുള്ള നാട് നമ്മുടെ നാടിന് ഡിഫറൻസ് അതാണ്. മറ്റുള്ള നാട്ടില് കർഷകൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യൂ ആണ്. ഭയങ്കര. ഇത് നമ്മുടെ നാട്ടില് കർഷകനെ കാണുന്നത് ഏതോ ഒരു മാറ്റം വന്നില്ലെങ്കിൽ നാട് പട്ടിണിയാവും. കാരണം കാശുണ്ടായതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല. ഭക്ഷണത്തിന് ഭക്ഷണം തന്നെ വേണം. അപ്പൊ അതിനെ നമ്മൾ ആശ്രയിക്കണം. നമ്മളെ കർഷകരെ ആശ്രയിക്കണം. മാത്രമല്ല കുറച്ചെങ്കിലും അവരാരെ വീട്ടാവശ്യത്തിനുള്ള നമ്മളിപ്പോ എനിക്ക് വിത്ത് ഞാൻ അയച്ചു കൊടുക്കുന്നത് എനിക്ക് ശരിക്കും പലരോട് ചോദിച്ചിട്ടുണ്ട്. നീ ഇങ്ങനെ വിത്ത് അയച്ചു കൊടുത്താൽ എനിക്കൊരു ഭാരമല്ലേ? എനിക്കെന്ത് ഭാരം? അവര് ചെയ്യാണ് ചെയ്തോട്ടെ. ഞാനും അങ്ങനെ തന്നെയാണ്. നമുക്ക് എത്ര വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയാലും വിറ്റുപോകാൻ നമുക്ക് മാർക്കറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബാക്കി എത്ര പേരുണ്ടാക്കിയാലും നമുക്ക് വിഷയമല്ല. അതുപോലെ ഇപ്പൊ ഈ കേരളത്തില് ഒറ്റ ജില്ലയിൽ വിൽക്കാനുള്ള പച്ചക്കറി പോലും നമ്മൾ മൊത്തം ഉണ്ടാക്കുന്നില്ല എന്നാണ് എന്റെ കണക്ക്. സിമ്പിൾ ആയിട്ട് നമുക്ക് എറണാകുളത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറി പോലും നമ്മളെ കൂടെ കൂട്ടിയേ കൂടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. കാരണം അത്രയും ആവശ്യം വരുന്നുണ്ട്. ആവശ്യക്കാരൻ കൂടുതലാണ്. നല്ല പച്ചക്കറിക്ക് വേണ്ടിട്ട് എത്ര വില കൂടിയാലും വാങ്ങാൻ തയ്യാറുള്ളവരാണ്. അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ ഏറ്റവും വലിയൊരു മിഥ്യാധാരണ ജൈവ കൃഷി. അത് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞിട്ട് പറ്റിക്കലും നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനതല്ല ഞാൻ പറഞ്ഞത് സേഫ്റ്റി കിട്ടുന്ന ടെക്നോളജി ഉപയോഗിക്കണം പറയാ. സുരക്ഷിത ഭക്ഷണം. അപ്പൊ അങ്ങനെ കൃഷിയിൽ നമ്മൾ കൃത്യതയാണെങ്കിൽ നമുക്ക് സുരക്ഷിത ഭക്ഷണം കൊടുക്കാൻ പറ്റും. എല്ലാ മൂലങ്ങളും അടങ്ങിയ ഇപ്പൊ നമ്മളൊരു മുളക് കഴിക്കുന്നു. ഈ മുളകിലെല്ലാം ഉണ്ടെങ്കിലേ നമ്മൾ കഴിച്ചതിന് ഗുണമുള്ളൂ. അതല്ലെങ്കിൽ നമ്മള് മുളക് കഴിച്ചതേ ഫലമുള്ളൂ. നമ്മൾക്ക് ആവശ്യമുള്ള ഒന്നും കിട്ടത്തില്ല. അത് എന്തൊരു സാധനത്തിൽ എങ്ങനെയാണ്. അപ്പൊ അതിന്റെ ന്യൂട്രിയൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല നമ്മുടെ ആരോഗ്യം നമുക്ക് നന്നായിരിക്കാൻ പറ്റും. ഇപ്പൊ എന്റെ വീട്ടില് അപ്പൻ 55 വയസ്സ് ഇതുവരെ പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നുമില്ല. അതാ ജീവിതശൈലിയുടെ ഒരു ഇതാണ്. പക്ഷെ അതേ അപ്പന്റെ പ്രായമുള്ള അപ്പുറത്തെ ആൾക്കാർ മരുന്ന് വാങ്ങിച്ച് കാശ് കളയും. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ 2 പശുണ്ട്. ഇപ്പൊ പാല് കറവില്ല. പ്രസവിക്കാൻ ആടില്ല. ആട് വളർത്തച്ച നമുക്ക് വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളില്ല. കോഴി ഉണ്ടായിരുന്നു. ഒരു 200 കോഴി ഞാൻ വളർത്തിയതാണ്. പക്ഷെ അത് ആ ലോക്ക്ഡൌൺ സമയം മുതൽ ഞാൻ കോഴി വളർത്തിയിരുന്നു. പിന്നെ അന്ന് കൃഷി വില കുറഞ്ഞാൽ ഞാൻ ഒന്നില്ല ബാക്ക് വലിഞ്ഞു. ഇപ്പൊ വീണ്ടും കൃഷി കൂടിയപ്പോ എനിക്ക് വീട്ടിലെല്ലാം കൂടി നോക്കാൻ പറ്റുന്നില്ല. പിന്നെ വൈഫ് അടുപ്പിച്ചടുപ്പിച്ച് 2 പ്രഗ്നന്റ് ആയപ്പോഴും വീട്ടിലെ ബുദ്ധിമുട്ടുകൾ വന്നു നോക്കാൻ. മറ്റത് അവളാ നോക്കിയിരുന്നു കോഴി. പക്ഷെ അവൾക്കൊരു ഇൻകം. ഞാൻ കോഴീനെ അത് ഞാൻ ഡേവോട്ട് കുഞ്ഞുങ്ങളെ വാങ്ങിട്ട് കൊടുത്തു. അവള് നോക്കും. അവൾക്ക് മുട്ട അവള് വിറ്റ് കാശ് അവൾക്ക് അവളുടെ കാര്യങ്ങൾക്കുള്ള കാശ് ഉണ്ടാക്കും. കൂടുതലായിട്ട് പ്രേക്ഷകരോട് സുഭാഷിനെ എന്തെങ്കിലും പറയാറുണ്ട്? പ്രത്യേകിച്ച് നമ്മുടെ പുതിയ സുഭാഷിനെ പോലുള്ള ന്യൂജൻ അവരെ കൃഷിയിലേക്ക് കൊണ്ടുവരണം. അതല്ലാണ്ട് നമ്മുടെ നാടിന്റെ ഈ നാടെന്നല്ല ലോകത്തിന്റെ നിലനിൽപ്പ് കൃഷിയെ ആശ്രയിച്ച് തന്നെയാണ്. ഇപ്പൊ നമുക്ക് എത്ര ലക്ഷം അല്ല എത്ര കോടി രൂപ ഉണ്ടെങ്കിലും ആഹാരം ഇല്ലാതെ ജീവിക്കാൻ പറ്റും. അതിന് ആഹാരത്തിന് എത്ര ആർട്ടിഫിഷ്യൽ ചെയ്താലും അതിന്റെ ഒരു റോ മെറ്റീരിയൽ എങ്ങനെയും മണ്ണെന്നോ അല്ലെങ്കിൽ അതിന് പക്വമായ എന്തെങ്കിലും സാധനത്തിന് വന്നതായിരിക്കും. അപ്പൊ കൃഷിക്കാരനും കൃഷിക്ക് ഒരു വില കിട്ടുന്ന കാലം വരും നാട്ടിൽ. അപ്പൊ അതിനുവേണ്ടി ആൾക്കാർക്ക് വിലയില്ലാത്തതുകൊണ്ടും ഒന്ന് കൃഷിക്കാരെന്ന് പറഞ്ഞ ഒരാൾക്ക് വിലയില്ലാത്തൊരവസ്ഥയാണ്. 2 കൃഷി ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കും വിലയില്ല. അപ്പൊ അതിനൊരു മാറ്റം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഞങ്ങള് ഒരു 10 പേര് ചേർന്ന് 20 ഫാർമേഴ്സ് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പല്ല ഒരു ഓർഗനൈസേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ ഓവർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഒന്നും മുന്നിൽ വെക്കുന്നില്ല. അതായത് കർഷകന് പണിയെടുക്കുന്നതിന് വില. ഇപ്പോൾ ഞങ്ങളൊരു വർഷം മുഴുവൻ ഒറ്റ വിലയിലാണ് സാധനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ 1000 കിലോ ഉണ്ടാക്കിയാലും ഞങ്ങളത് കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്യും. വർഷം മുഴുവൻ ഒറ്റ വില. നമ്മൾ വണ്ടിക്ക് വരുന്ന ചെലവ് മാത്രം എടുത്ത് ബാലൻസ് മുഴുവൻ കർഷകന്റെ വിലയായിട്ട് കർഷകന് കൊടുക്കുകയാണ്. ഇപ്പൊ ഇവിടെ 30 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 45 രൂപയ്ക്കാണ്. നമ്മുടെ ഒരു ഫിക്സഡ് റേറ്റ് 45ആണ് പയറിന് ഇപ്പൊ വെച്ചിരിക്കുന്നത്. മാറും. കാരണം വെച്ചാൽ നമുക്ക് ഉത്പാദന ചെലവ് കൂടുമ്പോൾ മാറാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു വർഷം കഴിയുന്നതോറും നമ്മൾ കയറി വരും.
കൂലിച്ചെലവ് കൂടുന്നു മറ്റുള്ള. അപ്പൊ അതിനനുസരിച്ച് കർഷകന് മുതലാവുന്ന, അതായത് അവന്റെ മുതൽക്കാശ് പ്ലസ് അവന്റെ ഒരു കൂലി, അത് എത്ര ടാലി ആയി വരുന്ന ആ സംഖ്യയിൽ ഞങ്ങൾ ലോക്ക് ചെയ്ത് വെക്കും ഒരു വർഷത്തേക്ക്. ഡയറക്റ്റ് മാർക്കറ്റിംഗ്. അതെ, അതായത് ഇടയിലൊരു ആൾക്കാരില്ല. ഞങ്ങള് തന്നെ ഇപ്പൊ ഞങ്ങള് വണ്ടിയിൽ പോകുന്ന പോലും ഞങ്ങൾ 10 ഒരാളായിരിക്കും. ഇപ്പൊ ഇന്ന് ഡ്രൈവറായി പോയിക്കണേ ഈ 10 ഒരുത്തനാ. അപ്പൊ സാധനം കൊണ്ട് പോയിരിക്കുകയാണ്, വണ്ടിയിൽ പോയിരിക്കുകയാണ്. അപ്പൊ അതുപോലെ അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളെടുക്കും. നമ്മളതിപ്പോ എങ്ങനെയാണെങ്കിലും നമ്മളത് വിറ്റു അവർക്ക് ഒഴിവാക്കി കൊടുക്കും. പക്ഷെ പിന്നെ ചില നിബന്ധന, നമ്മളാണെങ്കിൽ നിബന്ധന വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വേറെ പുറത്ത് കൊടുത്ത് നമ്മളെ നമ്മളൊരു മാർക്കറ്റ് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം കൊടുക്കാൻ പറ്റും. ചില ആൾക്കാരുണ്ട് നമ്മളത് വില കുറയുമ്പോൾ നമുക്ക് തരിക, നമ്മളൊക്കെ വില കൂടുമ്പോൾ അപ്പുറത്ത് കൊടുക്കുക. ആ ഒരു സിസ്റ്റം മാത്രം വേണ്ടാന്ന് മാത്രം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഹൈവേ സൈഡിൽ എത്തിച്ചാൽ ഞങ്ങൾ എടുക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ കുറെ പേർക്ക്, ഒത്തിരി പേർക്ക് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത് കഴിഞ്ഞു. ഇപ്പൊ 3 മാസം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതില് ഞങ്ങളുടെ ഈ കൂടെ നാഷണൽ വിന്നേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് വിന്നേഴ്സ് ഉണ്ട്. ഈ വർഷത്തെ സ്റ്റേറ്റ് വിന്നേഴ്സ് 2 പേരുണ്ട്. ഇപ്പൊ ബെസ്റ്റ് ക്ലസ്റ്ററിന് അവാർഡ് കിട്ടിയ മാളയത്തെ 2 പേരുണ്ട്. പിന്നെ യുവകർഷകനായിട്ടുള്ള നമ്മുടെ ശ്യാമോഹൻ വെള്ളാങ്കല്ലൂര്. ശ്യാമോഹനെ വില്ലേജ് അഗ്രൗണ്ട് ഒരു അവാർഡ് ഒക്കെ. അതന്നെ ആള് ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. പുള്ളിക്കാരൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ നാഷണൽ വിന്നർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ കൈപ്പറമ്പ്. ഈ ഒരു കൃഷി രീതിയിൽ എന്റെ ഗുരുവാണ്. ശാസ്ത്രീയമല്ല, അല്ല സോറി, നമ്മുടെ പഴയ കാലത്തെ കൃഷിയല്ല, ഈ ഒരു കൃത്യത കൃഷിയുടെ ഗുരുവാളാണ്. ആളുടെ കൂടെ ഞാൻ പരിചയപ്പെട്ട ശേഷമാണ് എന്റെ ഉത്പാദന ചെലവ് പോലും എനിക്ക് കുറയ്ക്കാൻ പറ്റി. പക്ഷെ നമുക്കറിയില്ല നമ്മൾ എന്ത് ചെയ്യണം എന്ന് പോലും നമുക്കറിയണില്ല. നമ്മൾ കൃഷി ചെയ്യും, ആ ഇൻട്രസ്റ്റിൽ സാധനങ്ങൾ വാങ്ങും. ഇപ്പൊ ഒരു കമ്പനിക്കാരൻ വന്നു, അല്ലെങ്കിൽ ഒരാൾ വന്നു, ഇത് നല്ലതാ പറഞ്ഞു, അത് വാങ്ങി കുറെ ഇടും, അത് കഴിഞ്ഞാൽ അത് പോവും. അങ്ങനെ ഒരു സിസ്റ്റം. ഇപ്പൊ അത് മാറി. ഇപ്പൊ നമ്മൾ കൃത്യമായിട്ടും എന്താണോ ചെടിക്ക് ആവശ്യം അതിനെ മാത്രം കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആ ടേസ്റ്റും ആ ഒരു ഗുണവും കിട്ടും. ഇതിന്റെ മണ്ണ് പരിശോധനയൊക്കെ കഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് നമ്മുടെ കൃഷി രീതിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ മണ്ണ് പരിശോധന, എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിന് നോക്കുള്ളൂ. അപ്പൊ മനസ്സിലായല്ലോ, ആദ്യം നമ്മൾ ചെയ്യുന്നത് സോയിൽ ഹെൽത്ത് ആണ്. മണ്ണ് നല്ല മണ്ണാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലത് കിട്ടും. അപ്പൊ അത് ടെസ്റ്റ് ചെയ്താൽ അതിൽ എന്താണ് കുറവ്, എന്താണ് കൂടുതൽ എന്ന് അറിഞ്ഞുകൊണ്ട് കൃഷി ചെയ്യും, ആവശ്യത്തിന് മാത്രം. ഇപ്പൊ പലരും പറയും, ഇപ്പൊ ഞാൻ ഇവിടെ പണ്ടത്തെ കാലത്ത് നമ്മൾ ഇപ്പൊ ഈ ഒരു പാടങ്ങൾ കൃഷി ചെയ്യുന്നത് പോലും രാസവള പ്രയോഗത്തിൽ തന്നെ കൃഷി ചെയ്യുന്നത്. പക്ഷെ അവര് ചെയ്യാന്ന് പറഞ്ഞ ഏക്കർ കണക്കിന്റെ അളവിനാ. 1 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് പറഞ്ഞാൽ അവര് ഒരു ചാക്കും പിടിക്കുക വളം കൊടുക്കും, അത് കൊണ്ടിടും. അതിന്റെ ഫലം എന്താ ഉണ്ടാവുന്ന വെച്ചാൽ മണ്ണ് കംപ്ലീറ്റ് മോശമാവും. പക്ഷെ ആൾക്കാരുടെ മിഥ്യാധാരണകൾ അങ്ങനെയാണ്. അതാണ് ഏറ്റവും നല്ല കൃഷി. ഇപ്പൊ നമ്മൾ പോലും, ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ വളക്കട കണ്ടിട്ട് മാസങ്ങളായി. എനിക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഞാൻ ആവശ്യമുള്ളത് മാത്രമേ കൊടുത്ത് പഠിപ്പിക്കുന്നുള്ളൂ. പിന്നെ വീട്ടില് പശുവുണ്ട്, ചാണകം ഞാൻ കലക്കി ഡ്രിപ്പ് വഴി തന്നെ കയറ്റിവിടാൻ ഒരു സിസ്റ്റം റെഡി ആക്കിക്കൊണ്ടിരിക്കുക, ഫിൽട്ടർ ചെയ്ത് ഇറക്കിക്കൊണ്ടിരാൻ. അപ്പൊ അതിന്റെ എന്താ പറയാ പഠനങ്ങളാണ് ഇപ്പൊ നമ്മുടെ ആലപ്പുഴ ചേർത്തുള്ള രഞ്ജിത് ദാസ് കൊണ്ട് പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു കൺസെപ്റ്റ് ആണ് ഈ സേഫ്റ്റി ഈറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്, സുരക്ഷിത ഭക്ഷണം. പുള്ളി കുറച്ച് എന്താ പറയാ ജൈവ ബാക്ടീരിയ തരും. ഞാനത് ഫിൽട്ടർ ചെയ്ത് ഡ്രിപ്പ് വഴി കൊടുത്തു വിടുക. അപ്പൊ നമുക്ക് അതുവഴി നമ്മുടെ മാക്സിമം മണ്ണിനെ നമ്മൾ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരണം. അപ്പൊ തന്നെ നമുക്ക് എന്താ പറയാ ഒരുവിധ രോഗങ്ങളില്ലാതെ വരും. ഇന്നത്തെ വീഡിയോ സുഭാഷിന്റെ കൃഷിത്തോട്ടം, അതുപോലെ കൃഷി രീതികള്, റെമഡീസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. തോട്ടത്തിലൂടെ നടക്കുമ്പോഴൊക്കെ ചെളിയിലൂടെ ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി എനിക്ക്. നല്ല സുഖം ചെളിയിലൊക്കെ നടന്നപ്പോ. അതെ, അങ്ങനെയൊക്കെ നടക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി പവർ കൂടും, ഈ മണ്ണിനോട് നമ്മൾ കുറച്ചും കൂടി ഇഴുകി ജീവിച്ചു പോകുമ്പോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ, കൃത്യത കൃഷിയിൽ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സുഭാഷിനോട് ചോദിക്കാം. സുഭാഷിന്റെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. 7907736801. നമ്പർ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. 7907736801. ഓക്കെ. അപ്പൊ ഇനി ഒരു കിടുക്കാച്ചി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.